കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും കുറവ് വരുത്താത്ത ദൈവമാണ്. മാത്രമല്ല, ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഒന്നിനെയും നിനക്ക് പേടിക്കാനില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ സീക്രട്ട് പ്ലേസിൽ വസിക്കുന്ന ഒരു ദൈവവൈതനെ സംബന്ധിച്ച് പകൽ പറക്കുന്ന അസ്ത്രമാകട്ടെ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമാകട്ടെ, ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയാകട്ടെ, ഒന്നിനെ ഭയപ്പെടാതെ വണ്ണം ദൈവം അവനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇന്ന് പകൽ വ്യക്തമായി മനസ്സിലാക്കണമേ പ്രിയ സഹോദരങ്ങളെ. എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ശ്രേഷ്ഠമാണ്. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുത്തുവാൻ ഇന്ന് പകലിലും ദൈവത്തിന് പ്രസാദമാണ്. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ ജീവിക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാകിയാൽ ആ വചനത്താൽ ജീവിക്കാൻ, മുൻപോട്ട് പോകാൻ, ദൈവശക്തി ഏറ്റെടുക്കാൻ ദൈവാത്മാവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ അവിടുന്ന് മനോവിനയവും മനസ്താപവും ഉള്ളവരുടെ കൂടെ വസിക്കുന്ന ദൈവമായിരിക്കയാൽ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. ഉന്നതനായിരിക്കുമ്പോൾ തന്നെ, ഉയർന്നിരിക്കുന്നവനായിരിക്കുമ്പോൾ തന്നെ, സർവശക്തനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ജനത്തോട് കൂടെ വസിക്കുന്ന സർവശക്തനെയാണല്ലോ നാം സേവിക്കുന്നത്. അവിടുത്തെ പ്രവർത്തികൾ ഇന്നും തീർന്നു പോയിട്ടില്ല. കുറുകിപ്പോകാത്ത കരമുള്ള ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് രാവിലെ അവിടുത്തെ ദയയും രാത്രി തോറും അവിടുത്തെ വിശ്വസ്തതയും വർണ്ണിപ്പാൻ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കാൻ, പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലാൻ, വെല്ലുവിളികളെ കണ്ട് പുറകോട്ട് മാറുന്നവനല്ല ആത്മീയൻ. സകലത്തെയും ജയിക്കാൻ കരുത്തും കൃപയും ദൈവം മുമ്പാകെ പ്രാപിച്ച് അവിടുത്തെ മുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ കർത്താവ് നൽകും. അളവറ്റ ശക്തി, അമിത ബലം, അത്യന്ത ശക്തി, ഇത് ഏറ്റെടുത്ത് മുൻപോട്ട് പോയാൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. പിശാച് വെല്ലുവിളിക്കട്ടെ പ്രിയരെ, അതിനെ ഒന്നും വലുതായി ആരും കാണല്ലേ. നമ്മുടെ ദൈവം സർവശക്തനല്ലേ. യേശു പറഞ്ഞെന്താണ്? സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലൂക്കോസ് വിശേഷം 10:19 പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. ആ അധികാരം കർത്താവ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുക. അങ്ങനെ അധികാരമുള്ളവൻ പിശാചിനെ കണ്ടിട്ട് അങ്ങനെ ഭയപ്പെടാൻ പറ്റും? അധികാരം പ്രാപിച്ചിട്ടില്ലെന്നുള്ള തെളിവാണ് പുറകോട്ട് പോകുന്നത്, നിരാശ വരുന്നത്, കിടക്കുന്നത്, അയ്യോ പറ്റില്ലെന്ന് പറയുന്നത്. അധികാരമുള്ളവനെ സംബന്ധിച്ച് നമുക്കറിയാം, പോലീസ് റാങ്കിൽ ഏറ്റവും ടോപ്പായി സ്റ്റാറുള്ള ഒരു വ്യക്തി, അവന് അധികാരമുണ്ട്. അവൻ്റെ മുമ്പിൽ സകലവും സല്യൂട്ടടിക്കും. ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ മേൽ ദൈവം നൽകിയ ആത്മീയ അധികാരം ലോകത്തിൻ്റെ അധികാരം പോലെയല്ല. സകലത്തെയും കാൽ കീഴാക്കാൻ, ചവിട്ടി മതിക്കാൻ, ആത്മാവിൽ സഞ്ചരിക്കാൻ, കമാൻഡ് ചെയ്യാൻ, പുറത്തു കൊണ്ടുവരേണ്ടതിനെ പുറത്തു കൊണ്ടുവരാൻ, പ്രാർത്ഥനയാൽ മാറിപ്പോകേണ്ടത് മാറിപ്പോകാൻ, തുറന്നു വരേണ്ടത് തുറന്നു വരാൻ പറയാനുള്ള ഒരു നിയോഗം ഇന്ന് പകൽ ദൈവമക്കൾ പ്രാപിക്കണം. സദൃശ്യവാക്യം 4-ാം അധ്യായം 12-ാമത് വാക്യം, നടക്കുമ്പോൾ നിന്റെ കാലടിക്ക്
ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയില്ല. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ആരോടാണിത് പറയുന്നതെന്നറിയാമോ? അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമൂല പോലെ അണിയിക്കും. അത് നിനക്കൊരു മഹത്വ കിരീടമായിരിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനങ്ങളെ ആലിംഗനം ചെയ്താൽ, അതിനെ ഉയർത്തിയാൽ, അതിനെ മാനിച്ചാൽ അവരോടാണ് വചനം പറയുന്നത്. നോക്കൂ, അതിൻ്റെ 5-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. എൻ്റെ വചനങ്ങളെ വിട്ടുമാറരുത്. 6-ാം വാക്യം കൂടെ, അതിനെ ഉപേക്ഷിക്കരുത്. അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വെക്കുക, അത് നിന്നെ സൂക്ഷിക്കും. എന്നിട്ടാണ് പറയുന്നത്, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. വചനമുയർത്തിയവനെ ദൈവമുയർത്തും. വചനമുയർത്തിയവൻ ലോകത്തിൻ്റെ മുമ്പിൽ താഴ്ത്തപ്പെടുകയില്ല. അവനെ പരിശുദ്ധാത്മാവ് ഉയർത്തും. പ്രൈസ് ഗോഡ്. ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവനെ, വചനപ്രകാരം ജീവിക്കുന്നതിനെ, ഓ ഹല്ലേലൂയ, തിരുവചനപ്രകാരം മുൻപോട്ട് പോകുന്നവരെ ദൈവം ഉയർത്തും. തിരുവെഴുത്ത് പറയുന്നു, എന്നെ മാനിക്കുന്നവർ ഞാൻ മാനിക്കുന്ന ദൈവം, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായി തീരുമ്പോൾ ദൈവത്തെയും അവിടുത്തെ വചനത്തെയും അവിടുത്തെ ശക്തിയെയും ഓർത്ത് സ്തോത്രം ചെയ്യാൻ, മുഴുമഹത്വവും ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളോട് പറയുന്നു, നീ നടക്കുമ്പോൾ നിന്റെ കാലുകൾക്ക് ഇടുക്കം വരികയില്ല. മനസ്സിലായോ? ഇടുക്കം വരുത്തുന്ന ശക്തികൾ, ഒരിടത്തൊതുക്കുന്ന മണ്ഡലങ്ങൾ, അതിർവരമ്പ് വെച്ചത്, ഇവിടം വരെ നിനക്ക് നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം വചനത്തിൽ അധിഷ്ഠിതമായി, വചനത്തിൽ പ്രിയം വെക്കുന്ന, വചനത്തെ ഉയർത്തുന്നവന് ഇടുക്കം വരില്ല. അവൻ ആത്മാവിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അവർ എൻ്റെ നാമത്തിൽ സഞ്ചരിക്കും, ഞാൻ അവരെ ബലപ്പെടുത്തുമെന്ന് പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ അവരുടെ നാമത്തിൽ സഞ്ചരിക്കാൻ, നടക്കാൻ, പ്രവേശിക്കേണ്ടടുത്ത് പ്രവേശിക്കാൻ, നിൽക്കേണ്ടടുത്ത് നിൽക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കണം. സ്തോത്രം. വചനം ഉരുവിടണം, വചനം പറയാൻ തയ്യാറാകണം. വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുന്നവൻ്റെ കാലുകൾക്ക് ഇടുക്കം വരികയില്ല. എവിടെയെങ്കിലും ഇടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ പറഞ്ഞാൽ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കാൻ പോകുകയാണ്. അടുത്ത് നോക്കൂ, ഓടുമ്പോൾ നീ ഇടറുകയില്ല. പലപ്പോഴും ഇടറി വീഴാറുണ്ടല്ലോ, ബലം നഷ്ടപ്പെടാറുണ്ടല്ലോ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വണ്ണം തളർന്നു പോകുന്നില്ലേ? എന്തുകൊണ്ട്? പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകും. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, വചനത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തീയ ജീവിതം നയിക്കൂ. നീ ഓടുമ്പോൾ നിന്റെ കാലുകൾ ബലഹീനമാകുകയില്ല. കാലുകളെ പേടമാൻ കാൽ പോലെയാക്കി ഉന്നത ഗിരികളിലേക്ക്, പർവ്വതങ്ങളിലേക്ക് നിന്നെ ഓടിക്കുന്ന, നോക്കൂ, തളർന്നു പോയ ഏലിയാവ്, ക്ഷീണിച്ചു പോയവൻ, നിരാശയ്ക്കകത്തേക്ക് വീണ മനുഷ്യൻ, പക്ഷേ ദൂതനിറങ്ങി വരികയാണ്, തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്, ദൈവമഹത്വം ഇറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവനെ സ്വർഗം തലോടുകയാണ്. ആത്മാവ് വെന്നിട്ട് പറയുകയാണ്, നീ ഇനിയും പോകണം, നീ നടക്കണം, നിനക്കിനിയും ചെയ്യേണ്ടതുണ്ട്, നിനക്കിനി അഭിഷേകം ചെയ്യേണ്ടവരുണ്ട്. യോർദാനെ പുതപ്പ് മടക്കി അടിക്കേണ്ടതുണ്ട്. യോർദാന്റെ ശക്തികൾ ഹുങ്കാര പ്രതാപത്തോടെ നിൽക്കുമ്പോൾ നിന്റെ കാലുകൾ ഇടറി ഇവിടെ കിടക്കുവാനല്ല, നിന്റെ കാലുകളെ ബലപ്പെടുത്തി ഏലിയാവെ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിലേക്ക് എത്തിച്ചതുപോലെ ഇന്ന് പകൽ ദൈവാത്മാവ് ചില ജനത്തെ നോക്കി വിളിച്ചു പറയുന്നു, ഇടറുവാൻ ദൈവം നിന്നെ അനുവദിക്കില്ല. നീ ഓടുമ്പോൾ ദൈവം നിനക്ക് കരുത്ത് നൽകും, നിന്റെ പാതകളെ നേരെയാക്കും, ദുർഘടങ്ങളെ നിരപ്പാക്കും, ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കും, താമ്ര കഥകളെ തകർക്കും. നീ ചവിട്ടുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങും. ഓ
ഓടേണ്ടത് ഓടും, മാറേണ്ടത് മാറും, തകരേണ്ടത് തകരും. നിന്റെ കാലിടറുകയില്ല. നിന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവം. കാലുകൾ കുഴഞ്ഞു പോകാൻ, കൈകൾ തളർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് വചനത്തിലൂടെ വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട്. ധൈര്യത്തോടെ എത്ര പേർക്ക് പറയാൻ കഴിയും? എൻ്റെ കാലുകൾ ഇടറുകയില്ല. എൻ്റെ കാലുകളെ, എൻ്റെ കരത്തെ യുദ്ധത്തിന് അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കണ്ണുകൾ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് തുറക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിങ്ങളുടെ വചനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ ജനത്തിൻ്റെ മേൽ വരട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ. കാലുകൾ ഇടർക്കം വരാതെ, തകർന്നു പോകാതെ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവരുടെ കാലുകൾ നടത്തുന്ന പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമേ, ഇന്ന് പകൽ സകല ഇടുക്കങ്ങളും മാറ്റിയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവരെ ശക്തമായി ഓടിക്കുന്ന, ആത്മശക്തിയിലേക്ക് നയിക്കുന്ന അങ്ങയുടെ മഹത്വമുള്ള കൃപയ്ക്കായി സ്തോത്രം. സകല ബഹുമാനവും പുകഴ്ചകളും അവിടുത്തെ പാദപീഠത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇടുക്കം വരുത്താത്ത ദൈവം, കാലുകൾക്ക് വേഗത നൽകുന്ന ദൈവം, ഗിരികളിൽ നടക്കുമാറാക്കുന്നവൻ, കാലുകളെ പേടമാൻ പോലെ ശക്തീകരിക്കുന്നവൻ ഇന്ന് പകലിലും നമ്മുടെ മധ്യമുണ്ട്. ഈ അനുഗ്രഹീത വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്ബിജു.